ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലവിൽ ഭരണത്തിലുള്ള ആം ആദ്മിക്കും ദീർഘകാലത്തോളം ഭരണത്തിലുണ്ടായിരുന്ന കോൺഗ്രസിനും ഡൽഹിയുടെ സർവാധിപത്യം ആഗ്രഹിക്കുന്ന BJPക്കും ഏറെ നിർണായകമാണ്. ഫെബ്രുവരി 5-ന് വോട്ടെടുപ്പ്, 8-ന് വോട്ടെണ്ണൽ എന്നിങ്ങനെയാണ് ഡൽഹിയുടെ തെരഞ്ഞെടുപ്പ് തീയതികൾ. ആം ആദ്മിയും BJPയും കോൺഗ്രസും തങ്ങളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സർവ്വവിധ രാഷ്ട്രീയ തന്ത്രങ്ങളും പയറ്റുമെന്ന് ഉറപ്പാണ്. പാർട്ടി രൂപവൽക്കരിക്കപ്പെട്ട ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഇതുവരെയും ഡൽഹി ഭരിച്ച കക്ഷി എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രത്യേകത. രാജ്യത്തുണ്ടായ അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് 2012-ൽ അരവിന്ദ് കെജ്രിവാളും കൂട്ടരും ആം ആദ്മി പാർട്ടി സ്ഥാപിക്കുന്നത്. 2013-ലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ വലിയ കക്ഷിയായ അവർ കോൺഗ്രസ് പിന്തുണയോടെ സർക്കാരുണ്ടാക്കി. കെജ്രിവാൾ മുഖ്യമന്ത്രിയായി. എന്നാൽ കോൺഗ്രസുമായുള്ള തർക്കങ്ങൾ ഈ സർക്കാരിന്റെ ആയുസ് വെട്ടിക്കുറച്ചു. 2015-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയമാണ് കെജ്രിവാൾ നേടിയത്. ആകെയുള്ള 70 സീറ്റുകളിൽ 67-ലും ആം ആദ്മി വിജയിച്ചു. 3-ഇടത്താണ് BJPക്ക് വിജയിക്കാനായത്. 2020-ലും കെജ്രിവാൾ വിജയം ആവർത്തിച്ചു. 62 സീറ്റുകളായിരുന്നു ആം ആദ്മിക്ക്. BJP 8 സീറ്റിലേക്ക് ഉയർന്നു. രാജ്യത്തെ 2 പ്രധാന ദേശീയ പാർട്ടികൾക്കും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യാതൊരു സാധ്യതയുമില്ലാതാക്കിയ ആം ആദ്മി പിന്നീട് പഞ്ചാബ് നിയമസഭയിലും വിജയം നേടി. ഭഗവന്ത് മാൻ പഞ്ചാബ് മുഖ്യമന്ത്രിയായി. 2023-ൽ ദേശീയ പാർട്ടി എന്ന നിലയിലുള്ള അംഗീകാരവും ആം ആദ്മിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയുണ്ടായി. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ കെജ്രിവാൾ ജാമ്യം നേടി പുറത്തു വന്നതിനു പിന്നാലെ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. പാർട്ടിയുടെ മറ്റൊരു സീനിയർ നേതാവായ അതിഷിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി നേടിയ ശേഷമേ താൻ ഇനി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കൂവെന്നാണ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ AAPക്കും അവരുടെ അനുയായികൾക്കും വളരെ പ്രാധാന്യമുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയാണ് AAP മത്സരിച്ചത്. എന്നാൽ ഡൽഹിയിൽ BJPയുടെ സമ്പൂർണ്ണ ആധിപത്യം അവസാനിപ്പിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞില്ല. 54%-ലേറെ വോട്ട് നേടിയാണ് BJP രാജ്യ തലസ്ഥാനത്തെ 7 സീറ്റുകളും സ്വന്തമാക്കിയത്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തനി ആവർത്തനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞിട്ടും 2020-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗംഭീര വിജയം നേടാൻ കഴിഞ്ഞതിന്റെ ചരിത്രമാണ് AAPയും ഇക്കുറി നയിക്കുന്നത്. AAPയുമായി സഖ്യത്തിലല്ലാതെ വീണ്ടും ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് കോൺഗ്രസിന് എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഒരു കാലത്ത് ഡൽഹി രാഷ്ട്രീയത്തിലെ പ്രമുഖ കക്ഷികൾ കോൺഗ്രസും BJPയും മാത്രമായിരുന്നു. 1998 മുതൽ 2013 വരെ കോൺഗ്രസ് നേതാവ് ഷീലാ ദീക്ഷിത് അധികാരത്തിലിരിക്കുന്നത്. തുടർച്ചയായി 3 തവണ ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായ ശേഷം കോൺഗ്രസിന് ഇവിടെ ദയനീയമായ തകർച്ച നേരിടേണ്ടി വരികയായിരുന്നു. 2.5 പതിറ്റാണ്ടായി ഡൽഹിയിൽ അധികാരത്തിന് പുറത്താണ് BJP. ഇക്കുറി അധികാരം തിരിച്ചുപിടിക്കാനുള്ള എല്ലാ സാധ്യതകളും പാർട്ടി മുന്നിൽ കാണുന്നുണ്ട്. ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തകർപ്പൻ വിജയം BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം 8ഓളം ആം ആദ്മി MLA-മാർ BJPയിൽ ചേർന്നിരുന്നു. ഇതും BJP പാളയത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിശക്തമായ അഴിമതി ആരോപണങ്ങൾ ആം ആദ്മിക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നേരിടേണ്ടി വരും. ഈ പ്രതിസന്ധിയെല്ലാം ആം ആദ്മി എങ്ങനെ അതിജീവിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.